2 ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ്. എന്നാൽ കൊച്ചിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ആ ആഘോഷ പരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ കുട്ടികൾ അണിനിരക്കുന്ന ഫ്ലാഷ് മോബോട് കൂടിയാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികൾ. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ എല്ലാവരും തന്നെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. അവരെല്ലാം തന്നെ വെക്കേഷനാണ്, ക്രിസ്മസ് ആണ്, അവർക്കെല്ലാം ഇഷ്ടമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 100 കണക്കിന് കുഞ്ഞു മാലാഖമാരെയാണ്. ലാവൻഡർ ഉടുപ്പും വെള്ള ഉടുപ്പും ഇട്ടുള്ള മാലാഖമാർ അവരുടെ അമ്മമാരെല്ലാം തന്നെ സുന്ദരി സുന്ദരന്മാരാക്കി ഈ മാലാഖമാരെ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ സാന്റാക്ലോസുകൾ, നിരവധി സാന്റാക്ലോസുകളാണ് ഇവിടെയുള്ളത്. 100 കണക്കിന് സാന്റാക്ലോസുകളുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. എല്ലാവരും തന്നെ ക്രിസ്മസ് എന്ന ആഘോഷത്തെ വലിയ രീതിയിൽ കളറാക്കുകയാണ്. ആ ആഘോഷ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. എങ്ങനെയുണ്ട് ആഘോഷം? ഈ സാന്റയുടെ ഡ്രസ്സിലൊക്കെ ഇവിടെ വരുന്നെന്നുള്ളത് നേരത്തെ തീരുമാനം തന്നെയായിരുന്നോ? ഞങ്ങൾ നേരത്തെ യൂണിറ്റ് വൈസ് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതെല്ലാം മേടിച്ച് എല്ലാം ഇവിടെ വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തു. എല്ലാ വർഷവും ഇങ്ങനെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ലാസ്റ്റ് ഇയർ അല്ലേ തുടങ്ങിയത്. അന്ന് ലാസ്റ്റ് ഇയർ ഞങ്ങൾ എല്ലാവരും വന്നു. ഇക്കൊല്ലം ഞങ്ങൾ വന്ന് വി ആർ ഹാപ്പി ടു എൻജോയ്. മെറി ക്രിസ്മസ്. നന്നായിരുന്നു. നല്ല പരിപാടിയാണ്. സന്തോഷാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. വൻ കളറാണ് ഇവിടുത്തെ കാഴ്ച. എന്റെ ചുറ്റിനും സാന്റാക്ലോസുമാരാണ്. 100 കണക്കിന് സാന്റാക്ലോസുമാർ, അതുകൂടാതെ മാലാഖമാർ എല്ലാവരും തന്നെ ഈ ക്രിസ്മസിനെ ഗംഭീരമാക്കുകയാണ്. കുട്ടികളുടെ വക ഡാൻസ്, വലിയവരുടെ വക ഇങ്ങനത്തെ ആഘോഷ പരിപാടികൾ, പുൽക്കൂടൊരുക്കൽ, ട്രീ ഒരുക്കൽ, അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. ഈ കുട്ടികളുടെ ഡാൻസുകൾ നമുക്ക് എന്റെ തൊട്ടു പിന്നിൽ കാണുന്നത് അവരുടെ ആവേശത്തോടു കൂടിയ നൃത്തമാണ്. അവരെല്ലാം തന്നെ ഈ നൃത്തത്തിൽ ആവേശത്തോടു കൂടി തന്നെയാണ് പങ്കെടുക്കുന്നത്. നമുക്ക് ഇനി മറ്റുള്ളവരോടും ചോദിക്കാം എന്താണ് അവരുടെ ക്രിസ്മസിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, എങ്ങനെയാണ് അവർ ഈ ആഘോഷത്തെ വരവേൽക്കുന്നതെന്ന്. ക്രിസ്മസ് കളറല്ലേ? അതെ, ഫ്ലാഷ് മോബ് നടക്കുകയാണ്. അതിനുശേഷം റാലി ആരംഭിക്കും. റാലി ഇവിടുന്ന് ആരംഭിച്ച് നേരെ ഫാത്തിമ പള്ളിക്ക് റാലി പോകും. 9 പള്ളികൾ ചേർന്നാണ് നടത്തുന്നത്. ഇത് 2ാം തവണ നടത്തുന്ന പ്രോഗ്രാമാണ്. 100 കണക്കിന് ആളുകളാണ്. പക്ഷെ ഇത് 100 അല്ലാന്ന് തോന്നുന്നല്ലേ? ആയിരക്കണക്കിന് ആൾക്കാർ, 5000-നും 6000-നും മേലെ ആളുകൾ പങ്കെടുത്തുള്ള പ്രോഗ്രാം നടക്കുന്നത്. ഈ റാലി ആരംഭിച്ചു കഴിഞ്ഞാൽ റാലി അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിനുശേഷം സ്കിറ്റുകളുണ്ട്, കരോൾ സോങ്സ് ഉണ്ട്, ഡാൻസുകളുണ്ട്, ഒത്തിരി പ്രോഗ്രാം ഇന്ന് അവിടെ നടക്കുന്നുണ്ട്. ഫാത്തിമ ചർച്ചിന്റെ അവിടെ നക്ഷത്രങ്ങളുടെ ഏതാണ്ട് 2024 പപ്പാഞ്ഞിമാരാണ് വേഷമിടുന്നത്. അതിനുശേഷം നക്ഷത്രങ്ങളും അലങ്കാരങ്ങളുമായിട്ട് ഫാത്തിമ ചർച്ചുണ്ട്. അതാണ് ഇവിടുത്തെ സ്പിരിറ്റ്. ക്രിസ്മസ് എന്ന് പറയുന്നത് അവർക്കൊരു ഉത്സവം തന്നെയാണ്. അത് ഒരു ദിവസത്തെ ആഘോഷമല്ല, ഒരുപാട് ദിവസങ്ങൾ, 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. ഇന്നിപ്പോൾ 22, 25 കഴിഞ്ഞ് ന്യൂ ഇയർ വരെ ഈ ആഘോഷങ്ങൾ തുടരും. ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും മറ്റ് പരിപാടികളാണെങ്കിലും എല്ലാത്തിനും ഇവിടെ ഒരു കുറവുമില്ല. വരും ദിവസങ്ങളിൽ പരിപാടികൾ കൂടുതൽ കളറാകുക തന്നെ ചെയ്യും. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.